ഗുഡ് മോർണിംഗ് അമ്മു. ഗുഡ് മോർണിംഗ് അമ്മു. മോർണിംഗ്. ഇതാര്? ജമിനി ഗണേശൻ. ഞാൻ പറഞ്ഞതല്ലേ, എന്തൊരു വേഷം ഇത്. എല്ലാരും നോക്കുന്നുണ്ടല്ലേ? നോക്കട്ടെ. ഇതാണ് ബോഡി ഗാർഡിന്റെ വേഷം. ഞാൻ ബോഡി ഗാർഡാണെന്ന് എല്ലാവരും അറിയണം. അതെന്തിനാ? ജയകൃഷ്ണൻ ഇപ്പൊ ഇവിടുത്തെ സ്റ്റുഡന്റ് അല്ലേ? കാഷ്വൽ ആയിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ നടന്നൂടെ? ബോഡി ഗാർഡ് ഫ്രണ്ട് അല്ല. ഫ്രണ്ട് ഒരിക്കലും ഒരു ബോഡി ഗാർഡും ആവില്ല. ഹലോ. ആ, തന്നോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണാണ് അവള്. അവളുടെ പിന്നാലെ പ്രേമം ചുറ്റിക്കളി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നാലുണ്ടല്ലോ, പിന്നെ അവളെയല്ല തന്നെ ആയിരിക്കും ശരിപ്പെടുത്തുക. ഇല്ല മാഡം, ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എവിടെയാ നിങ്ങള്? കോളേജിലെത്തിയോ? എത്തി മാഡം, എത്തി. അമ്മു സേതു ക്ലാസ് റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. തൊട്ട് പിന്നാലെ ഞാൻ. Stupid, nonsense, fool. പെൺകുട്ടികളുടെ ടോയ്ലറ്റിനകത്താണോ തന്റെ ഡ്യൂട്ടി? സർ, ഞാൻ നോ മോർ എക്സ്ക്യൂസസ്. മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ താൻ വലിയ ചട്ടമ്പിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഇവിടെ ചേർക്കാമെന്ന് ഞാൻ സമ്മതിച്ചത് അവിടുത്തെ തന്റെ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടാ. അന്ന് മര്യാദക്ക് പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ അക്കൊല്ലം റാങ്ക് ഉണ്ടാകുമായിരുന്നില്ലോടത് എനിക്ക്. ഇനിയും പഠിപ്പ് പാതിയിൽ അവസാനിപ്പിച്ച് തല്ലിപ്പൊളിയായിട്ട് നടക്കാനാണ് തന്റെ ഉദ്ദേശം? ഇപ്പോഴും ഒരു റാങ്കിനുള്ള ചാൻസ് തനിക്കുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാ തന്നെ ഞാനിപ്പോ ഇവിടുന്ന് പുറത്താക്കാത്തത്. മനസ്സിലായോ? മേലാൽ ഇത്തരം വൃത്തികെട്ട പരിപാടിയുമായി ഇറങ്ങാതെ ക്ലാസ്സിൽ അടങ്ങിയിരുന്ന് പഠിച്ചോളണം. ആ പറ്റോ? നീ ആ ഡെസ്കിന് താഴെ ഇറങ്ങി. അതെങ്ങാനും ഒടിഞ്ഞു കഴിഞ്ഞാൽ ഞാനിരുന്ന് ഒടിച്ചതാണെന്ന് പറയും. ഇവിടെ കാണുന്നില്ലല്ലോ. ജമിനി ഗണേഷ് ഈ ക്ലാസ്സിലാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ജയകൃഷ്ണ, എന്താ ഈ കാണിക്കണേ? ഇങ്ങനെ പോയിരിക്കും. നോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Sit down, sit down. Sit down, please. എടോ, തന്നോടാ ഇരിക്കാൻ പറയുന്നത്. സോറി സാർ. അതെന്താ? ഇരിക്കുന്നിടത്ത് വല്ല അസുഖമുണ്ടോ തനിക്ക്? നോ സാർ. Then I am not supposed to sit, sir. I am a bodyguard. ബോഡിഗാർഡുകൾ ഇരിക്കാറില്ല സാർ. ബോഡിഗാർഡോ? എന്തിന്? എന്താ ഇയാളുടെ പേര്? ജയകൃഷ്ണൻ. If you are becoming over smart, stage is there outside. Or sit down. ജയകൃഷ്ണൻ, please. Okay, come on. Long time before the theories of feminism emerged, a protagonist said, man has no children, only woman has children. When we die childless, world becomes women's. Ammo, who is that protagonist? Come on, explain the context. 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞപ്പോ പഠിച്ചതെല്ലാം മറന്നു. Come on. പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയൊരുങ്ങി പോന്നേ? കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുക. അറിയാമെങ്കിൽ പറയൂ. Sir, these are the last words of the captain, the protagonist of the play, Father, by August Strindberg. Silence, silence. തന്നോട് ആരെങ്കിലും ചോദിച്ചോ തന്റെ പേര് അമ്മുന്ന? അമ്മു തന്നെ പറയണമെന്ന് എന്താ അത്ര നിർബന്ധം? സാറിന് ആൻസർ കിട്ടിയാ പോരെ? Shut up and get out. Get lost. Sir. Ammu, sit down. Then today we will start with the great Shakespeare. Bodyguard. 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 എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജയകൃഷ്ണൻ, ഞങ്ങളൊക്കെ അമ്മുവിന്റെ ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ മസിലും പിടിച്ച് നിൽക്കാതെ അവിടെ എങ്ങാനും ചെന്നൊന്നിരിക്കും. ഞങ്ങളൊന്ന് ശ്വാസം വിട്ടോട്ടെ പ്ലീസ്. ശ്വാസം വിടാതിരിക്കുന്ന നിന്റെ മൂക്കിലാണോ ഞാൻ ചവിട്ടി നിൽക്കുന്നത്? കൊരട്ടടക്കെ. ജയകൃഷ്ണ പറയുന്ന കേൾക്ക്. അവൻ എന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. മിക്കവാറും ഇങ്ങനെ പോയാൽ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിക്കും. അമ്മൂന്റെ പ്രൊട്ടക്ഷൻ വന്ന് ഇവന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ അമ്മൂന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങളോട് പറഞ്ഞത് ജയകൃഷ്ണനായിട്ട് ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ. എടി അവൻ അങ്ങനെ എളുപ്പൊന്നും മെരുങ്ങുന്ന ടൈപ്പ് അല്ല.
എടഞ്ഞുള്ള നിപ്പ് കണ്ടില്ലേ? ഒറ്റയാന. പിന്നെ അമ്മുന്റെ പിന്നെ ഇയാളെ മാറ്റാൻ എന്താ ഒരു വഴി? വയറിളക്കാനുള്ള മരുന്ന് കൊടുത്താലോ? ബെസ്റ്റ്. ഇവന്റെ അച്ഛനെ ഇങ്ങനെ തന്നെയാ. എന്ത് അസുഖമായിട്ട് ചെന്നാലും അപ്പൊ വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കും. ഈ ബോഡി ഗാർഡിനുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങളല്ല, നിങ്ങൾ ഗേൾസ് ആണ് ചെയ്യേണ്ടത്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഫ്രീക്വന്റ് ആയിട്ട് അയാളെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കണം. അതെന്തിനാ? ആ ലൈനിലൂടെ മാത്രമേ നമുക്ക് അയാളെ അടുപ്പിക്കാൻ പറ്റൂ. റംല, നീയാണ് കറക്റ്റ്. നിനക്കാവുമ്പോ അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. പോടാ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എങ്കിലമ്മു, നീ അയാളുടെ നമ്പറും തന്നെ. ഈ കോളേജിലെ മുഴുവൻ പെൺകുട്ടികൾക്ക് ഞാനത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഹതഭാഗ്യം വീഴാതിരിക്കില്ല. എനിക്ക് വയ്യ ഇങ്ങനെ ഒരാളെ കൂടെ കൊണ്ട് നടക്കാൻ. കോമാളി വേഷവും കൂളിംഗ് ഗ്ലാസും. കോളേജ് മുഴുവൻ ചിരിക്കുക എന്നെ നോക്കി. ആഹാ, അങ്ങനെ ചിരിക്കുന്നവരുടെയും കളിയാക്കുന്നവരുടെ ലിസ്റ്റ് നീ ഇങ്ങത്താ. എല്ലാത്തിന്റെയും പല്ല് തല്ലി കൊഴിക്കാൻ ഞാൻ അയാളോട് പറഞ്ഞോളാം. ബെസ്റ്റ്. അതൊന്നും വേണ്ട, അമ്മ അയാളോട് പറഞ്ഞാ മതി. ആ യൂണിഫോം എങ്കിലും ഒന്ന് മാറ്റാൻ. എന്ത് കാര്യത്തിന്? നിനക്ക് പറ്റുമെങ്കിൽ മതി അമ്മു, അല്ലെങ്കിൽ നിർത്തിയിട്ടിങ്ങ് പോര്. ഇവിടെ ആരും നിർബന്ധിച്ച് അയച്ചാലല്ലോ നിന്നെ. നല്ല ആളെ വിളിച്ചാ കംപ്ലൈന്റ് പറയണേ. മണിച്ചേച്ചി തന്നെയാ ആ ഡ്രസ് അച്ഛനെ കൊണ്ട് റെഡിയാക്കിച്ച് കൊടുത്തയച്ചിരിക്കണേ. ആഹാ, അത് ശരി. പിന്നെ അയാളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും ഇട്ടോണ്ട് നടക്കുന്ന ആൾക്കൊരു ബോധം വേണ്ടേ? ആ ഡ്രസ്സിന് എന്താ ഒരു കുറവ്? നല്ല ഭംഗിയല്ലേ ഇതിട്ടിട്ട്? എന്ത് ഭംഗി, ഒരു കോലുമില്ല. ആർക്കാ കോലമില്ലെന്ന് പറഞ്ഞത്? എനിക്ക് ഞങ്ങള് ബോഡി ഗാർഡിന്റെ കാര്യം പറഞ്ഞതാ. എന്ത് കാര്യം? അയാൾ ഈ ഡ്രസ് ഇട്ടോണ്ട് ഇനി കോളേജിൽ വരാൻ പാടില്ല. അയ്യേ, ഡ്രസ് ഇല്ലാണ്ട് വന്ന് ഞാൻ വൃത്തിയിടാവില്ലേ? പൊട്ടത്തരം പറയാതൊന്ന് പോ എന്റെ നീലംബ്രേട്ടാ. പിന്നെ അയാള് കോളേജിൽ നിന്ന് വന്നവരെ ഡ്രസ് അലക്കി ഉണക്കി ദേ ഇപ്പൊ തേച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതൊന്നും ഇടാണ്ട് പോണെന്ന് പറഞ്ഞ നീലാംബര ചെല്ല്. പിന്നെ ഈ ഡ്രസ് ഇടണ്ടെന്ന് പറഞ്ഞ കാര്യം തൽക്കാലം ജേഷൻ അറിയണ്ട. അല്ലെങ്കിൽ ആര് പറയാൻ? ഇതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ കാര്യമാണ്. അവര് പറഞ്ഞ പോലെ നിന്നൊന്ന് സങ്കല്പിച്ച് നോക്കിയതാ. എന്ത്? ഈ കോളേജ് പെൺകുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളെ. അവരെന്ത് വേണേലും ആഗ്രഹിച്ചോട്ടെ, അതൊക്കെ സഹായിച്ചു കൊടുക്കാനല്ല നിന്നെ മല്ലിക അവരോട് കൊണ്ട് നിർത്തിയിരിക്കുന്നേ. വൃത്തിയായിട്ട് പറഞ്ഞാലുണ്ടല്ല, ജനിച്ച പടി കോളേജിൽ പോകാൻ അവര് പറയണത്. ജനിച്ച പടിയാ? കോളേജിലോ? അതെങ്ങനെ പറ്റും? +2 ഇല്ലാണ്ട് എങ്ങനെ കോളേജിൽ പോവും? +2 ഇട്ടുണ്ട് പോണോ +3 ഇട്ടുണ്ട് പോണോ എന്ന് നീ തീരുമാനിക്കും. നിന്നെന്താ എണ്ണയിൽ നമുക്ക് നിർത്തിയിരിക്കുന്നത്? പൊരിക്കാനാ? അല്ല, കുളിക്കാൻ. എന്നാ പോയി കുളിക്ക്, ഞാൻ തേക്കാം. ഞാൻ എന്റെ ജോലി ചെയ്തോളാം, നീ നിന്റെ ജോലി ചെയ്യ്. പോയി കിടന്നുറങ്ങ. ഇവനെന്താ പൊറോട്ട അടിക്കണം? ഈശ്വര, മൂട്ടില് വെയിലടിക്കണവരെ കിടന്നുറങ്ങാൻ പറ്റണേ. ഇതെന്ത് കരിഞ്ഞ മണം? ഇവനോട് കിടന്ന് കരിഞ്ഞ? അയ്യോ, ഈശ്വര, ഇത് ചെയ്തവനെ കാണിച്ചു തന്നെ. എന്റെ കുണ്ടിയിൽ ഇവൻ തേപ്പൊട്ടി വെച്ച് പൊള്ളിച്ചു. വൃത്തിയിട്ടവന് പെൺകുട്ടികൾ നിൽക്കുമ്പോഴാണോ കുണ്ടി എന്ന് പറയുന്നത്? പിന്നെ കുണ്ടീനെ കുണ്ടീന്നല്ലാതെ മോന്താന്ന് പറയാൻ പറ്റോ? പാവം, ഞാൻ വെറുതെ ഉറങ്ങിക്കിടക്കരുത്. ഒരു കാര്യമില്ലാണ്ടാ. കാര്യമില്ലാണ്ടാ? നിന്നോട് പറഞ്ഞല്ലേ തേക്കണ്ടെന്ന്? പിന്നെ എന്ത് കാര്യത്തിനാ നീ? ഞാൻ തേച്ച് മടക്കി വെച്ചിട്ട് പോയ പാന്റ് അത്. ഒന്ന് കുളിക്കാൻ പോയുള്ളൂ. തിരിച്ചു വന്നപ്പോഴേക്കും കാണിച്ചു വെച്ചിരിക്കണ കണ്ട. എനിക്ക് നല്ല ഉറപ്പാ ഇവൻ ഒരുത്തനെ ഇത് കത്തിച്ചിരിക്കുന്നത്. അല്ലടാ? ഞാനാ? ഉറക്കത്തിൽ ഞാനങ്ങനെ കത്തിക്കാനാണ്? സോമനംബുലിസം.